പ്രിയമുള്ള പാറശാല വിജയൻ സ്പീക്കിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്, വീണ്ടും ഇതാ വരികയാണ്. ഇപ്പോൾ ഞാൻ വരാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, എനിക്ക് ഒരു അവാർഡ് കിട്ടി. എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയതും അതിൻ്റെ ഫോട്ടോകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ പുറകെ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മകൻ്റെ അവാർഡുകളും ഉണ്ട്, പാട്ട് വർത്താനം ദിവാകൃഷ്ണന്. അപ്പോൾ ഇത് തന്നെ ഒരുപാടെണ്ണം ഇവിടെ വയ്ക്കാൻ കഴിയാതെ മാറ്റിയും വെച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഇപ്പോൾ കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ എന്നെ ആദരിച്ച ഒരു അവാർഡായിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി, ആ സംഗീത നാടക അക്കാദമി വിവിധ തുറകളിലുള്ള കലാരംഗത്ത് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഈ കലാകാരന്മാരെ, സീനിയറായ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് ഒരു ബഹുമതി പത്രവും ഇതുപോലൊരു ഒരു 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 ഫലകവും, ഇത് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, ഏതാണ് ഇതുപോലൊരു ഫലകവും, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു സാമ്പത്തിക സഹായവും ഒക്കെ ആയിട്ടൊക്കെയുള്ള ഒരു പിന്നെ അവാർഡാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ആ അവാർഡ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഇന്നിനിപ്പോൾ എനിക്ക് 65ാമത്തെ വയസ്സാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഇത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു 50 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും ഈ സംഗീത നാടക അക്കാദമി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മുടെ ഭാഗത്തൊന്നും സംഗീത നാടക അക്കാദമിയുടെ ഇത്തരത്തിലുള്ള അവാർഡ് മറ്റാർക്കും ലഭ്യമായതായി എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പക്ഷേ ഒരാൾക്ക് ഉണ്ട്. നമുക്കറിയാം, പാറശാല രവി എന്ന് അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ പിന്നെ ഈ മൃദംഗ വിദ്വാൻ, യേശുദാസിനോടൊപ്പമൊക്കെ കച്ചേരിക്ക് വായിക്കുന്ന ആളാണ്. പാറശാലയ്ക്ക് അഭിമാനമായ ആദ്യ കലാകാരന്മാരായ പട്ടികയിൽ നമ്മുടെ പാറശാല തങ്കപ്പൻ ഭാഗവതരും അതുപോലെ തന്നെ പാറശാല ബി പൊന്നമ്മാളും ഒക്കെ അടങ്ങുന്ന ഈ കലാകാര ശ്രേണിയിൽ വരുന്ന ഒരു മുതിർന്ന മറ്റൊരു കലാകാരനാണ് ഈ പാറശാല രവി. അപ്പോൾ അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും അനുഗ്രഹവും ഒക്കെ നേടി കല ജീവിതമാക്കി കല സബരിയായി മുന്നോട്ട് പോകുന്ന എനിക്കാണ് ഈ തെക്കൻ ഭാഗത്ത് വിരലെണ്ണാവുന്ന ആളുകളിൽ കിട്ടിയതിൽ എൻ്റെ പേരും ഉണ്ട്. നാളെ നമ്മൾ മൺമറഞ്ഞു പോകുമ്പോൾ ഇന്നലകളിലെ ചരിത്രം കലാകാര മേഖലയിൽ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ പാറശാലയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കേരള സംഗീത നാടക അക്കാദമിയുടെ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗുരുപൂജ അവാർഡ് അദ്ദേഹത്തിൻ്റെ 50 വർഷക്കാലം പിന്നിട്ട കലാസഭയ്ക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് നാളെ ഈ കലാകാര ശ്രേണിയിലെ ചരിത്ര കുതുകികളായ ആളുകൾ ഈ ചരിത്രം ഇങ്ങനെ തിരയുമ്പോൾ എൻ്റെ പേര് അവിടെ ഉണ്ടാവും. നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമല്ലേ തൃശ്ശൂർ. അപ്പോൾ അവിടെ വെച്ചാണ് ഈ അവാർഡ് വിതരണം നടത്തിയത്. അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാർ, അദ്ദേഹമാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്തത്. അന്നത്തെ ദിവസം അവാർഡ് വാങ്ങാൻ ഞാൻ ചെല്ലുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ജ്യോതിലക്ഷ്മിയുമായിട്ടാണ് തൃശ്ശൂർക്ക് പോവുക. അപ്പോൾ തലേദിവസമേ ട്രെയിൻ ബുക്ക് ചെയ്തു. അങ്ങനെ അവിടെ സ്ഥലത്തെത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ പോയി ഒരു ദർശനം നടത്തി. അതും കഴിഞ്ഞ് അടുത്ത ദിവസം അവാർഡ് വാങ്ങാൻ എത്തി. അപ്പോൾ കേരളത്തിലെ പ്രമുഖരായ ഒരുപാട് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ, കൊല്ലം തുളസി പോലുള്ള ഒരുപാട് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ, പിന്നെ നമ്മുടെ മിൻമിനി, ചിന്ന ആസൈ മിൻമിനി പോലുള്ള, പിന്നെ MT വാസുദേവൻ നായരുടെ ഭാര്യ പോലുള്ള, അങ്ങനെ കേരളത്തിലെ പ്രമുഖരായ വിവിധ തുറകളിലുള്ള ആളുകൾക്കാണ് ഇത്. പിന്നെ കൊട്ടുകാരുണ്ട്, പിന്നെ നാദസ്വരക്കാരുണ്ട്, സംഗീതജ്ഞരുണ്ട്, കഥകളിക്കാരുണ്ട്, ചാക്യാർ കൂത്തുകാരുണ്ട്, ഓട്ടംതുള്ളലുകാരുണ്ട്, നാടകക്കാരുണ്ട്. അങ്ങനെ കേരളത്തിലെ സമസ്ത മേഖലകളിലെയും കലാകാരന്മാരിൽ ഏറ്റവും ചുരുക്കപ്പട്ടികയിൽ 43 ആളുകൾക്കാണ് ഈ പ്രാവശ്യം ഇത് അവാർഡ് നൽകിയത്. അങ്ങനെ കേരളത്തിലെ പ്രമുഖരായ ആളുകളുടെ പട്ടികയിൽ ഇങ്ങനെ പേര് വിളിക്കുന്ന കൂട്ടത്തിൽ എന്നെ പേര് വിളിച്ചു. അടുത്തതായി
നാടക മേഖലയിലെ മികച്ച സംഭാവനകൾ നൽകിയ ശ്രീ പാറശാല വിജയൻ്റെ അഭിനയ സബര്യ പരിഗണിച്ചുകൊണ്ട് കേരള സംഗീത നാടക അക്കാദമി നൽകുന്ന ഗുരുപൂജ അവാർഡ് ഏറ്റുവാങ്ങുവാൻ ശ്രീ പാറശാല വിജയനെ ക്ഷണിക്കുന്നു എന്ന് വേദിയിൽ അനൗൺസ്മെൻ്റായി. അപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് പിന്നാലെ ഇരുന്ന ഭാര്യയെ നോക്കി അവളെ ഇങ്ങനെ കാണിച്ചു. ഞാനിങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ ഞാൻ നടന്ന് ഞാൻ ആ വേദിക്കടുത്ത് എത്തിയപ്പോൾ കാണാൻ എൻ്റെ മനസ്സിങ്ങനെ നിറയുകയാണ്. കേരളത്തിൽ എത്ര കോടി ജനമുണ്ടല്ലേ, എത്ര കോടി ജനമുണ്ട്. ഇത്ര കോടിക്കണക്കിന് ജനമുള്ള ഈ കേരളത്തിൽ കലാകാരന്മാരെ പരിഗണിച്ച് അവരെ ആദരിക്കുന്ന പട്ടികയിൽ ഒരു പാറശാലക്കാരനായ എനിക്ക് ഇടം കിട്ടുമ്പോൾ കണ്ണിങ്ങനെ നിറയുക. ഒരു പൈസയുടെ ഐസ്ക്രീം വാങ്ങി കുടിക്കാൻ വേണ്ടി മീൻ വണ്ടി സൈക്കിൾ മീനിലോട് തള്ളി നടന്ന പാറശാല വിജയൻ ഒരു പൈസയുടെ ഐസ് സ്കൂളിൽ പോകുമ്പോൾ വാങ്ങി കുടിക്കാൻ വേണ്ടി മീൻ സൈക്കിളിൽ വെച്ച് ചവിട്ടുന്നവരുടെ മീനിലോട് പുറകെ പോയി തള്ളിക്കൊടുക്കാൻ, കയറ്റത്ത് തള്ളിക്കൊടുക്കാൻ പോയിരുന്ന പാറശാല വിജയൻ എന്ന ആ ബാലൻ ഇന്ന് എത്തി നിൽക്കുന്നത് ഈ ഗുരുപൂജ അവാർഡ് വാങ്ങാനാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇത് പറയുമ്പോൾ ഇപ്പോഴും എനിക്കത് ഫീലാവുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സജി ചെറിയാൻ അദ്ദേഹം എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ തട്ടി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ, നമ്മളെപ്പോലുള്ള ആളുകളെ ഇങ്ങനെ പരിഗണിച്ച് ഇങ്ങനെ ഒരു ഉപകാരം നൽകിയതിൽ അങ്ങയോട് എനിക്ക് തീർത്താ തീരാത്ത സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരഞ്ഞ്. അപ്പോൾ അവിടെ വേദിയിലുണ്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ, ലോക കലാകാരനാണ് അദ്ദേഹം അവിടെ വേദിയിലുണ്ട്. അദ്ദേഹമാണല്ലോ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ കരുവള്ളൂർ മുരളി സെക്രട്ടറി, അദ്ദേഹമുണ്ട്. നമ്മുടെ പുഷ്പാവതി, അവരാണ് വൈസ് ചെയർമാൻ, അവരുണ്ട്. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ ഈ ആനന്ദ കണ്ണീർ കണ്ട് എല്ലാവരും പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കി. ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ജന്മസാഫല്യം പൂവണിയുന്ന ആ സമയത്തുണ്ടായ ആ ഒരു ആനന്ദ കണ്ണീരിന് അത്രത്തോളം വില കൽപ്പിച്ചു വേദിയിലുണ്ടായിരുന്നവരെല്ലാം. അങ്ങനെ ഞാൻ എൻ്റെ ജന്മസാഫല്യമായ ഗുരുപൂജ അവാർഡും വാങ്ങി താഴെ ഇറങ്ങി വന്നു. ഇത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഞാനും എന്നോടൊപ്പമുള്ള എൻ്റെ പാറശാലയും ഇങ്ങനെ ഭാഗമായി മാറുന്നു. അത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയായി വന്നത്. തുടർന്ന് ഇനിയും ഞാൻ വീഡിയോകളുമായി ഇനി വരും. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് പാറശാലക്കാരായ അല്ലെങ്കിൽ കലാകാരരായ എല്ലാ ആളുകൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഇനിയും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.